കെ.പി.സി.സി പുനഃസംഘടനയിൽ അതൃപ്തി പരസ്യമാക്കി ഷമാ മുഹമ്മദ് കഴിവൊരു മാനദണ്ഡമാണോ എന്ന പരിഹാസ ഫേസ്ബുക്ക് പോസ്റ്റുമായാണ് ഷമാ മുഹമ്മദ് രംഗത്തെത്തിയത്. ചാണ്ടി ഉമ്മനെ പരിഗണിക്കാത്തതിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, പതിവ് പോലെ തന്നെ വലിയ അതൃപ്തി, പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവുകയാണല്ലേ? അനുജ, ശരിക്കും സാധാരണഗതിയിൽ കോൺഗ്രസിൽ ഒരു കെ.പി.സി.സി പുനഃസംഘടന പട്ടിക വന്നാൽ ഒരു അടിമുടി പൊട്ടിത്തെറി ഉണ്ടാകേണ്ടതാണ്. ഇത്തവണ അങ്ങനെ ഒരു വലിയ നിലയിലുള്ള പൊട്ടിത്തെറി ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ പരമാവധി പൊട്ടിത്തെറികൾ ഒഴിവാക്കാൻ കഴിയുന്ന നിലയിൽ എല്ലാ ഗ്രൂപ്പുകളെയും തൃപ്തിപ്പെടുത്തിയുള്ള ഒരു പട്ടികയാണ് പുറത്തിറക്കിയത്. അതിനുവേണ്ടിയാണ് ജംബോ പട്ടിക പുറത്തിറക്കിയത് തന്നെ. പക്ഷെ അപ്പോഴും അവിടെ ഇവിടെയായി ചില എതിർപ്പുകൾ ഉയരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ എതിർപ്പ് പരസ്യമാക്കി രംഗത്തെത്തിയത് ഷമാ മുഹമ്മദാണ്. ഷമാ മുഹമ്മദിനെ ഈ പട്ടികയിൽ പരിഗണിച്ചിരുന്നില്ല. അതിലാണ് ഇപ്പോൾ കഴിവൊരു മാനദണ്ഡമാണോ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ഒരു പരിഹാസവുമായി രംഗത്തെത്തിയത്. നിലവിൽ AICC വക്താവാണ് ഷമാ മുഹമ്മദ്. AICCയിൽ നിന്നും നേരെ കെ.പി.സി.സിയിലേക്ക് താഴെ ഘടകത്തിലേക്ക് പ്രവർത്തിക്കാൻ വരുന്നതാണോ ഷമയുടെ കഴിവ് എന്നുള്ള നിലയിൽ ചില പരിഹാസങ്ങൾ അതിനിടയിൽ തന്നെ കേരളത്തിലെ കെ.പി.സി.സി നേതൃത്വം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചില എതിർപ്പുകൾ പരസ്യമായി വരുന്നുണ്ട്. ഒപ്പം തന്നെ ചാണ്ടി ഉമ്മനെ പരിഗണിക്കാത്തതിലാണ് ഒരു ചാണ്ടി ഉമ്മനൊപ്പം നിൽക്കുന്ന നേതാക്കൾക്കുള്ള അതൃപ്തി. സ്വാഭാവികമായും വൈസ് പ്രസിഡന്റുമാരോ അതല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയുടെയോ പട്ടികയിൽ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടുമെന്നായിരുന്നു കരുതിയിരുന്നത്. ചാണ്ടി ഉമ്മൻ അനുകൂലികൾക്ക് അതുമായി ബന്ധപ്പെട്ട വലിയ എതിർപ്പുണ്ട്. പക്ഷേ ഇത്തരം ചെറിയ അസ്വാരസ്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി കാര്യമായ തർക്കങ്ങൾ ഈ പട്ടികയുമായി ബന്ധപ്പെട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എല്ലാ ഗ്രൂപ്പുകളെയും കാര്യമായി തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ജംബോ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല കൈമാറിയ പട്ടികയിൽ നിന്ന് ഏറെക്കുറെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2-3 പേരെ മാത്രമാണ് രമേശ് ചെന്നിത്തല നൽകിയ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്. 19 പേരാണ് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ള ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ എ ഗ്രൂപ്പിനും കാര്യമായ പ്രാതിനിധ്യമുണ്ട്. 20-ലധികം ആളുകളെ എ ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഈ പുതുതായി നിയമിച്ച രാഷ്ട്രീയകാര്യ സമിതിയിലും ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിമാരിലും എ ഗ്രൂപ്പിന് എണ്ണം കൂടുതലാണ്. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളിൽ 6 പേരെ തെരഞ്ഞെടുത്തതിൽ 3 പേരും എ ഗ്രൂപ്പുകാരാണ്, 2 പേർ ഐ ഗ്രൂപ്പുകാരാണ്. കെ.സി. വേണുഗോപാൽ പക്ഷക്കാരനായ രാജ്മോഹൻ ഉണ്ണിത്താനെയും രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റുമാരിലാവട്ടെ ശരത്ചന്ദ്ര പ്രസാദും എം ലിജുവും എ ശുക്കൂറും രമേശ് ചെന്നിത്തലയുടെ നോമിനികളാണ്. കെ.സി. പക്ഷത്തു നിന്ന് പാലോട് രവിയും മാത്യു കുളനാടനും ഇടം പിടിച്ചിട്ടുണ്ട്. ഒപ്പം വി.ടി. ബൽറാമിനെയും എം വിൻസെന്റിനെയും വി.ഡി. സതീശൻ നോമിനേറ്റ് ചെയ്തതാണ്. അതിനൊപ്പം തന്നെ വി.പി. സജീന്ദ്രൻ, രമ്യ ഹരിദാസ്, റോയി കെ. പൗലോസ്, ജെയ്സൺ ജോസഫ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരിലെ എ ഗ്രൂപ്പുകാരാണ്. അങ്ങനെ ഈ പ്രധാനപ്പെട്ട എല്ലാ ഗ്രൂപ്പുകാരെയും ഉൾപ്പെടുത്തി എല്ലാ നേതാക്കളും പറഞ്ഞ പേരുകളിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ പട്ടിക വെച്ചത്. അതിൽ സന്ദീപ് വാര്യർ ജനറൽ സെക്രട്ടറി ആകുന്നു. ഇപ്പം സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചിട്ടില്ല അല്ലേ? അതെ, അതായത് സന്ദീപ് വാര്യരെ ഒരു ഏതെങ്കിലും വ്യക്തിയുടെ നോമിനി എന്ന നിലയിലോ ഏതെങ്കിലും ഗ്രൂപ്പുകാരനായോ അല്ല പട്ടികയിൽ ഇടം പിടിച്ചത്. സന്ദീപ് വാര്യർ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചത്. ഇനി അഥവാ എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പ് ഉയരുന്നുണ്ടോ എങ്കിൽ ആ ഗ്രൂപ്പുകാരെ തൃപ്തിപ്പെടുത്താനായിട്ടാണ് സെക്രട്ടറി പദം നിലവിൽ ഒഴിച്ചിട്ടത്. ഒരുപക്ഷെ ഇന്ന് സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചേക്കുമെന്ന ചില വാർത്തകൾ കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി സെക്രട്ടറിമാരെ വലിയ എതിർപ്പിന്റെ കൂടി പശ്ചാത്തലത്തിലാണ്, അതിലൊരു സമവായം എത്താത്തതിനാലാണ് സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാതിരുന്നത്. ഇപ്പോൾ നിലവിലുള്ള ശാന്തത ഈ ചെറിയ ചില പ്രശ്നങ്ങൾ മാത്രമാണ് ഉള്ളത്. സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഈ സെക്രട്ടറിമാരുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പലതവണ നടന്നപ്പോഴും അതിൽ ഒരു തരത്തിലുള്ള സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. കാരണം താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഈ ജില്ലാ നേതാക്കന്മാരെയാണ് സെക്രട്ടറിമാരായി എല്ലാ ഗ്രൂപ്പ് നേതാക്കളും പട്ടികയായി നൽകുന്നത്. അവരെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അവർ തങ്ങളുടെ ഗ്രൂപ്പ് വിട്ടു പോകുമോ എന്ന ആശങ്ക ഈ നേതാക്കൾക്ക് ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തർക്കം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നതേയുള്ളൂ. ശരി, ഒരു ജംബോ പട്ടികയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ട്. സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന തരത്തിലേക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് സലിം മാലിക് നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.